ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ്. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി കാത്തിരിക്കുന്നവർക്കും നിലവിൽ വീടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി 1500 കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിനുള്ള നടപടികൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ തുക HUDCOയിൽ നിന്ന് KURDFC മുഖേനയാണ് സമാഹരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകളും ഇതിനോടകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ തുക എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പലർക്കും സംശയം. സർക്കാർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1100 കോടി രൂപ നിരക്കിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 1,27,601 ലൈഫ് മിഷൻ വീടുകൾക്ക് ആവശ്യമായ ധനസഹായം ഉറപ്പാക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ 400 കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക ഭവന സഹായം നൽകുന്നതിനും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതോടെ പല ഗുണഭോക്താക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇനി പുതിയ അപേക്ഷ ക്ഷണിക്കുമോ? ഇതുവരെ അത്തരത്തിൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന തീരുമാനം പ്രധാനമായും നിലവിൽ അംഗീകരിച്ച ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണം തടസ്സപ്പെടാതിരിക്കാനും പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം ഉറപ്പാക്കാനുമാണ്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇന്നു മുതൽ പുതിയ അപേക്ഷ, എല്ലാവർക്കും വീട്, അപേക്ഷ തുറന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഔദ്യോഗിക അറിയിപ്പില്ലാതെ വിശ്വസിക്കരുത്. നിലവിൽ ലൈഫ് മിഷനിൽ വീട് നിർമ്മാണം ആരംഭിച്ചവരും അടുത്ത ഗഡു ലഭിക്കാനായി കാത്തിരിക്കുന്നവരും അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധം നിലനിർത്തുകയും ആവശ്യമായ രേഖകൾ കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഫണ്ട് ലഭ്യത മെച്ചപ്പെടുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ മുൻപോട്ട് പോകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും നിരവധി വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ തുടരുകയാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ധനസമാഹരണ നടപടികൾക്ക് സർക്കാർ അംഗീകാരം നൽകിയത്. അതുകൊണ്ട് ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും പറയാം. 1500 കോടി വായ്പാ നടപടികൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. 1,27,601 നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾക്ക് ധനസഹായം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. SC/ST ഗുണഭോക്താക്കൾക്കായി പ്രത്യേക ഭവന സഹായത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതുവരെ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടില്ല. ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ സർക്കാർ ഉത്തരവുകൾ, പുതിയ അപേക്ഷകൾ, ഗഡു വിതരണം, ഗുണഭോക്തൃ പട്ടിക എന്നിവ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നാൽ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഫോ മീഡിയ വ്ലോഗ് ആയിരിക്കും. അപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നത് നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാതെ ഗവൺമെൻറ് ബാക്കി നൽകാനുള്ള തുകയും നൽകുന്നതിൽ ഇനി കാലതാമസം ഒന്നും തന്നെ വരില്ല എന്നും നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുമാണ് അറിയിക്കാനുള്ളത്. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ അടുത്ത ഗഡുവിനായി കാത്തിരിക്കുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ അറിയിപ്പാണിത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.